ചക്കക്കുരു മെഴുക്കുവരട്ടി നമുക്ക് രണ്ട് തരത്തിൽ തയ്യാറാക്കാം. ഒന്ന്, നമ്മൾ ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് മുറിച്ചെടുക്കുക. ചക്കക്കുരു ചിരണ്ടി റെഡിയാക്കി വയ്ക്കുക. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഞുറുക്കി വയ്ക്കുക. അതിലേക്ക് ഒന്നെങ്കിൽ മീറ്റ് മസാല ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കൂട്ടത്തിൽ മീറ്റ് മസാല, ചെറിയ ഉള്ളി ചതച്ചത്, ഇതൊക്കെ ചേർത്ത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് അടുപ്പിലേക്ക് വേകാൻ വയ്ക്കുക. വെന്ത് കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക. രണ്ടാമത്തെ രീതി, ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞ് വെള്ളവും ഒഴിച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കുക. വെന്ത് കഴിയുമ്പോൾ മസാല മൂപ്പിച്ച് അതിലേക്ക് വെന്തിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് രണ്ടും രുചിയുള്ള കറികളാണ്. രണ്ട് രീതിയിൽ വെച്ചാലും നല്ലതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ചക്കക്കുരു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് 100 ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ചക്കക്കുരു അതിൻ്റെ വേവും പ്രത്യേകിച്ച് തന്നെ, ചിലത് പെട്ടെന്ന് വേകും, ചിലതിന് വേവ് കൂടുതൽ വേണം. നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ചക്കക്കുരു എടുത്ത് നോക്കുക, ഞെക്കി നോക്കുക, ഒടിച്ച് നോക്കുക. അങ്ങനെയൊക്കെ നോക്കി ഇനി അധികം നേരം ഇല്ലാതെ ഉണ്ടല്ലേ, വളരെ കുറച്ച് വെള്ളം കൂടെ ഇനി ഇതിലേക്കുണ്ട്. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കുഴച്ച് കളയരുത്. ചക്കക്കുരു വെന്തോന്ന് എടുത്ത് നോക്കുക. വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിനുള്ള മസാല നമുക്കിനി തയ്യാറാക്കാം. പാനടുപ്പിലേക്ക് വെച്ചു. ഏതൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഏറെ എണ്ണയുടെ ആവശ്യമുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ. പാൻ വെച്ച് എണ്ണ ചൂടാക്കി ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളി മുറിച്ചിട്ടേക്കുന്നതാണ്. 6-7 വെളുത്തുള്ളി അല്ലി, തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് ഉണക്കത്തേങ്ങയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ചേർത്തത്. പച്ചത്തേങ്ങയാണെങ്കിൽ നമ്മൾ ചക്കക്കുരു വേവിക്കുന്നതിനോടൊപ്പം ഇട്ട് തന്നെ പച്ചത്തേങ്ങ അരിഞ്ഞതാണെങ്കിൽ ചേർക്കണം. ഇത് കൊപ്രയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴറ്റുന്ന കൊടുത്ത് മാത്രം ചേർത്താൽ മതിയാവും. ഇതിനകത്തുള്ളത് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ. ഇത് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ നിറയെ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിക്കുക. തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാൻ, ഇത് കരിഞ്ഞു പോകരുത്.
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കുരു അതിലേക്ക് ചേർക്കുക. ഈ മസാലകൾ ഓരോന്നും ഇങ്ങനെ ചേർക്കാതെ മീറ്റ് മസാല മാത്രം ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഉപ്പ് നോക്കണം. ഇതിന് ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വേണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട്, മുളക് പൊടിയും കുരുമുളകും എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ട, പക്ഷേ ഈ എരിവില്ലെങ്കിൽ തന്നെയും ഈ കളറിൽ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇനി ഒത്തിരി ഉണക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചെറിയ നനവുണ്ട്. തീ ഓഫ് ചെയ്യാം.